ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ ഹെൽത്തി കുക്കിംഗ് ആൻഡ് ബ്യൂട്ടി ചാനൽ. നമ്മളിന്ന് നോമ്പുതുറ സ്പെഷ്യലായിട്ട് തരിക്കഞ്ഞാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഉമ്മാൻ്റെ സ്പെഷ്യൽ തരിക്കഞ്ഞാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. തരിക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ റവ എടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്ത റവ എടുത്തേക്കുന്നത് ഒരു 3 ടീസ്പൂൺ. പിന്നെ നമ്മൾ ചെറുവയറ്റും പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 4 ടീസ്പൂണോളം ചെറുവയറ്റും പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കുന്നതാണ്. ചില ആൾക്കാർ അത് ചേർക്കാറില്ല. ചെറുവയറ്റും പരിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തരിക്കഞ്ഞിക്ക്. ആദ്യം തന്നെ നമുക്ക് ചെറുവയറ്റും പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് 2 വിസിൽ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെറുവയറ്റും പരിപ്പ് വെന്ത് കിട്ടും. ആദ്യം തന്നെ വേവിച്ചെടുക്കാം. നമ്മൾ തരിക്കഞ്ഞി റെഡിയാക്കി എടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. ഇതിപ്പോൾ നമ്മൾ 2ാം പാലാണ് എടുത്തേക്കുന്നത്. 1ാം പാൽ എടുത്തിട്ട് മാറ്റി വെക്കുക. 2ാം പാലിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് എടുക്കുക. പാത്രത്തിൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത റവ എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വറുത്ത റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുക. ചില ആൾക്കാർ പശുവും പാലിൽ ചെയ്യാറുണ്ട്. പശുവും പാലിൽ ചെയ്താലും കുഴപ്പമില്ല. തേങ്ങാപ്പാലിൽ ചെയ്താലാണ് ശരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ശരിക്കും തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലിലാണ്. ഇപ്പം നമ്മൾ റവയൊക്കെ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ട ശേഷം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുവയറ്റും പരിപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറുവയറ്റും പരിപ്പ് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ ചെറുവയറ്റും പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പിട്ട ശേഷം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതേപോലെ നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ഇപ്പോൾ നമ്മൾ 2ാം പാലിലാണ് നമ്മൾ തിളപ്പിച്ച് ഇതെല്ലാം പാകം ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് 1ാം പാൽ, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1ാം പാൽ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറേശ്ശായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1ാം പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ മീഡിയം, അതായത് സിമ്മിലേക്ക് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. 1ാം പാൽ ഒഴിച്ച ശേഷം പിന്നെ തിളക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി വരാൻ പാടുള്ളൂ. തിളച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരുപാട് കട്ട പിടിച്ച പോലെ ആവും. പിന്നെ നമ്മൾ ഇതിലേക്ക് 2-3 ഏലക്ക നന്നായിട്ട് പൊടിച്ചതാണ്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതിനൊരു 10 മിനിറ്റ് മൂടി വെക്കുക. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ നല്ല നാരനെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ല സ്മെല്ലുണ്ടാകും. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണ വരെ അതൊന്ന് വറുത്തെടുക്കുക. തരിക്കഞ്ഞി കുടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 2 ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അതൊന്ന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് നമ്മൾ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് മൊത്തത്തിലൊന്ന് എല്ലാം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ മൂത്ത് വരുമ്പോൾ നമ്മളത് തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ തരിക്കഞ്ഞി നേരത്തെക്കാളും കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ച ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ മൂടി വെക്കുക. കുറച്ച് കഴിഞ്ഞ ശേഷം നന്നായിട്ടത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി റെഡിയായി. ഉമ്മച്ചിയുടെ സ്പെഷ്യൽ തരിക്കഞ്ഞിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം.